ഹായ് ഫ്രണ്ട്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അഥവാ ലാഭവും നഷ്ടവും എന്ന ടോപ്പിക്കിലെ ഒരു പ്രോബ്ലമാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: 750 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം വിൽക്കുമ്പോൾ 14% ലാഭം കിട്ടണമെങ്കിൽ ആ സാധനം എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പം നമ്മൾ എത്ര രൂപയ്ക്കാണ് ഒരു സാധനം വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. വാങ്ങിയ വില ഇവിടെ തന്നിട്ടുണ്ട്. 750 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചിട്ട് 14% ലാഭത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് വിൽക്കുന്നത്. അപ്പൊ 750ന്റെ 14% എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ അതായിരിക്കും നമ്മുടെ ലാഭം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ലാഭം രൂപയിൽ പറയുമ്പോൾ 750ന്റെ എന്ത് കാണുക, 14% കണ്ടുപിടിക്കാം. നമുക്കിവിടെ 0 കട്ട് ചെയ്യാം. 14/10 നമുക്ക് എന്ത് ചെയ്യാം, 7/5 എന്നാക്കാം ഇല്ലേ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 14ന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 കിട്ടും. 10ന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 കിട്ടും. ഇനി 5ഉം 75ഉം നമുക്ക് കട്ട് ചെയ്യാലോ. 5ഉം 75ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 15 എന്ന് കിട്ടും. 15 × 7 എത്ര വരിക, 105 അല്ലേ. 105 റുപ്പീസ് എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നോക്കിക്കേ. നമ്മൾ സാധനം വാങ്ങിയ വില എന്ന് പറയുന്നത് 750 ലാഭമല്ലേ. ലാഭമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കൂട്ടുകയല്ലേ വേണ്ടേ. 750 രൂപയ്ക്ക് വാങ്ങിയ സാധനത്തിന് ലാഭം എത്രയാണ്, 105. അത് കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും നോക്കിക്കേ, 855. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരും. അപ്പോൾ 750 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 14% ലാഭം കിട്ടുന്ന രീതിയിൽ നമുക്ക് അത് വിൽക്കണമെങ്കിൽ നമ്മൾ എത്ര രൂപയ്ക്ക് വിൽക്കണം, 855 രൂപയ്ക്ക് വിൽക്കണം. ക്ലിയർ അല്ലേ? ഇത് നിങ്ങൾക്ക് ഫോർമുല യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്